ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ യൂണിവേഴ്സായി നിങ്ങൾക്കൊരു മെസ്സേജ് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്താണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന്. പേഷ്യൻസ്, ഏഞ്ചൽ ഓഫ് ലവ്, ഗോഡസ് ഓഫ് ദ മൂൺ ആൻഡ് ഹോസ്റ്റിലിറ്റീസ്. ഇപ്പോൾ ഇവിടെ ചിലർ അവരുടെ ലൈഫിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഹറിബറി കൂട്ടുന്നുണ്ടാവും. അതായത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടണം. വിചാരിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കായിരിക്കാം. അല്ലെങ്കിൽ ചിലർക്ക് ഒരു കാര്യങ്ങൾ വരുതിയിലാക്കാനുള്ള ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറച്ചൊന്ന് ശാന്തമായിട്ടിരിക്കാനാണ്. ആ ഒരു പേഷ്യൻസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ആ ഒരു ഡിവൈൻ ടൈം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഡിവൈനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ അതിനായിട്ട് ഒട്ടും ഒരു ഹറിബറി കൂട്ടാതിരിക്കുക. പിന്നെ ചിലവർ ഏതെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ധൃതി പിടിച്ചൊരു തീരുമാനമൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ആലോചിച്ച് മാത്രം അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ചില വ്യക്തികളുടെ ലൈഫിൽ അവർക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഓൾറെഡി പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഡീപ്പനിങ് ആവാനായിട്ട് കണക്ഷൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് കുറച്ചധികം സമയം ചെലവഴിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ലവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജിയുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കെങ്കിലും നിങ്ങളുടെ ഇന്നർ വോയിസ് ഒരു ഉത്തരം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് പറയുന്നത് എന്താണോ, നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്തോ, അത് നിങ്ങൾക്ക് തീർച്ചയായും ട്രസ്റ്റ് ചെയ്യാം. ഇനി ഇതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അവിചാരിതമായിട്ടുള്ള ചില എതിർപ്പുകൾ, തടസ്സങ്ങൾ, അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു പേഴ്സണിൽ നിന്നായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പുറകിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെയായിരിക്കാം കൂടുതലും ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വെർബലി ഉള്ള ഒരു ആർഗ്യുമെൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കുള്ള സാധ്യത ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ നിലകൊള്ളാനാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും തീർച്ചയായിട്ടും നന്നായിരിക്കും.